ചൈനയെ വരിഞ്ഞു മുറുക്കാൻ ഇന്ത്യയെയും വെനസ്വേലയെയും കൂട്ടുപിടിച്ച് അമേരിക്കയുടെ പുതിയ ഊർജതന്ത്രം. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ലോകരാജ്യങ്ങൾക്കിടയിലെ ശക്തി സമവാക്യങ്ങൾ എന്നത് പ്രതിരോധ രംഗത്തെ മുന്നേറ്റം മാത്രമല്ല, എണ്ണയും ഊർജ വിതരണ ശൃംഖലകളും ആഗോള രാഷ്ട്രീയത്തിന്റെ പുതിയ ആയുധങ്ങളായി മാറിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്ക, ഇന്ത്യ, വെനസ്വേല എന്നീ രാജ്യങ്ങൾ ഒത്തുചേർന്ന് രൂപപ്പെടുന്ന പുതിയ ഊർജ കൂട്ടുകെട്ട്. ഈ മൂന്ന് രാജ്യങ്ങളുടെയും പുതിയ ഊർജ നീക്കങ്ങൾ ലോകശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. ഈ പുതിയ നീക്കത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് അമേരിക്ക ടെക്സാസിലെ ബ്രൗൺസില്ലിൽ പ്രഖ്യാപിച്ച പുതിയ വൻ എണ്ണ ശുദ്ധീകരണശാലയാണ്. ഇക്കഴിഞ്ഞ 50 വർഷത്തിനിടെ അമേരിക്ക നിർമ്മിക്കാൻ പോകുന്ന ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയായിരിക്കും ഇതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അമേരിക്കയിലെ പെർമിയൻ ബേസിനിൽ നിന്നുള്ള ലൈറ്റ് ഷെയ്ൻ ഓയിൽ സംസ്കരിക്കാനാണ് ഈ പുതിയ ഭീമൻ റിഫൈനറി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ പദ്ധതിയുടെ സാമ്പത്തിക വലിപ്പം തന്നെ അതിന്റെ തന്ത്രപ്രാധാന്യം വ്യക്തമാക്കുന്നു. ഏകദേശം $125 ബില്യൺ വിലമതിക്കുന്ന 1.2 ബില്യൺ ബാരൽ അമേരിക്കൻ ഷെയ്ൽ ഓയിൽ വാങ്ങുന്നതിനും അത് ശുദ്ധീകരിക്കുന്നതിനുമായാണ് ഈ പുതിയ പദ്ധതി. ഇതിലൂടെ ഏകദേശം 50 ബില്യൺ ഗാലൻ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനാകുമെന്നാണ് കണക്കാക്കുന്നത്. ആഗോള വിപണിയിൽ ഇതിന് $175 ബില്യൺ മൂല്യമുണ്ടാകുമെന്നും വിലയിരുത്തപ്പെടുന്നു. മൊത്തത്തിൽ $300 ബില്യൺ വ്യാപ്തിയുള്ള ഈ വലിയ പദ്ധതിയിൽ ഇന്ത്യയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് പങ്കാളിയാകുന്നു എന്നതും ശ്രദ്ധേയമാണ്. റിലയൻസ് നിർമ്മിക്കുന്ന ഇന്ധന ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ 20 വർഷത്തെ ദീർഘകാല കരാറാണ് രൂപപ്പെടാനൊരുങ്ങുന്നത്. ഇതിലൂടെ അമേരിക്കയ്ക്ക് തങ്ങളുടെ ഷെയ്ൽ ഓയിലിന് സ്ഥിരമായി വിപണി ഉറപ്പാക്കാനാകും. അതിലൂടെ റിലയൻസിന് ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ വിപണികളിലേക്കുള്ള ശക്തമായ പ്രവേശനവും ലഭിക്കും. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ രീതിയും സവിശേഷതയുമാണ് ഈ കരാറിലൂടെ വ്യക്തമാകുന്നത്. ഒരു വശത്ത് റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ഇറക്കുമതി തുടരുമ്പോഴും മറുവശത്ത് അമേരിക്കയുമായി ഇത്തരമൊരു വലിയ ഊർജ കൂട്ടുകെട്ട് സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് നയതന്ത്ര വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ പുതിയ പദ്ധതിയിൽ വെനസ്വേലയുടെ പങ്കും നിർണായകമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശേഖരം അവിടെയുണ്ടെങ്കിലും അത് ഹെവി ക്രൂഡ് ഓയിൽ ആയതിനാൽ ശുദ്ധീകരണം ഏറെ സങ്കീർണമാണ്. വിദേശ എണ്ണയാശ്രിതത്വം കുറയ്ക്കുന്നതിനായാണ് അമേരിക്ക ഈ വലിയ ചുവടുവയ്പ്പിന് ഒരുങ്ങിയിരിക്കുന്നത്. അതേസമയം അമേരിക്ക വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ശുദ്ധീകരിക്കാൻ എളുപ്പമുള്ള ലൈറ്റ് ഷെയ്ൽ ഓയിലാണ്. ഇക്കാലമത്രയും ചൈനീസ് കമ്പനികളായിരുന്നു വെനസ്വേലൻ എണ്ണയുടെ പ്രധാന ഉപഭോക്താക്കൾ. എന്നാൽ ആ രാജ്യത്ത് അമേരിക്കൻ അനുകൂല ഭരണകൂടം വന്നതോടെ എല്ലാം അമേരിക്കയുടെ നിയന്ത്രണത്തിലായി. ഇത് ചൈനയ്ക്ക് വലിയ തിരിച്ചടിയായി തീർന്നു. ചൈന വെനസ്വേലയ്ക്ക് നൽകിയ വായ്പകൾക്ക് ഗ്യാരണ്ടിയായി ലഭിച്ചിരുന്ന എണ്ണയുടെ വിതരണവും അമേരിക്കയുടെ കൈവശമായി. പുറത്താക്കപ്പെട്ട ചൈനയുടെ സ്ഥാനത്തേക്കാണ് ഇന്ത്യയിൽ നിന്നുള്ള റിലയൻസും ഇടം നേടിയിരിക്കുന്നത്. അങ്ങനെ ചൈനയുടെ വായ്പകൾക്ക് പകരമായി ഉറപ്പിച്ചിരുന്ന എണ്ണ വിതരണ കരാറുകളും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനിംഗ് സമുച്ചയങ്ങളിലൊന്നായ ജാംനഗർ റിഫൈനറിയിലൂടെ ഹെവി ക്രൂഡ് ഓയിൽ സംസ്കരിക്കുന്ന കാര്യത്തിൽ റിലയൻസ് മുൻപന്തിയിലാണ്. വെനസ്വേലൻ എണ്ണയുടെ സ്വഭാവം നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കമ്പനി ആയതിനാലാണ് അമേരിക്ക റിലയൻസിനെ പങ്കാളിയാക്കുന്നതെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതോടെ അമേരിക്ക, വെനസ്വേല, ഇന്ത്യ എന്നൊരു പുതിയ ഊർജ ത്രികോണ ശക്തി ആഗോളതലത്തിൽ ഉയർന്നു വരികയാണ്. വെനസ്വേലയിൽ നിന്നുള്ള ഹെവി ക്രൂഡും അമേരിക്കയിലെ ലൈറ്റ് ക്രൂഡും സംയോജിപ്പിച്ച് ഉയർന്ന മൂല്യമുള്ള ഇന്ധനമായി ആഗോള വിപണിയിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു പുതിയ വിതരണ ശൃംഖലയാണ് ഇതിലൂടെ രൂപപ്പെടുന്നത്. ഈ സംവിധാനത്തിൽ അമേരിക്കൻ എണ്ണ ഇന്ത്യയിലേക്ക് എത്തുകയും വെനസ്വേലൻ ഹെവി ക്രൂഡ് ഇന്ത്യയിൽ ശുദ്ധീകരിച്ച് വീണ്ടും അമേരിക്കയിലേക്കോ മറ്റു വിപണികളിലേക്കോ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന സങ്കീർണ ഊർജ വ്യാപാര സംവിധാനമാണ് യാഥാർത്ഥ്യമാകാനൊരുങ്ങുന്നത്. ആധുനിക ലോകത്തിൽ ഊർജ വിതരണ ശൃംഖലകളെയും ആഗോള വിപണികളെയും നിയന്ത്രിക്കുന്നവരാണ് യഥാർത്ഥ ശക്തികൾ. അത്തരമൊരു ശക്തി സമവാക്യത്തിലേക്കുള്ള വഴിയിലൂടെയാണ് ഇപ്പോൾ അമേരിക്കയും ഇന്ത്യയും നീങ്ങുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.